കുറച്ച് നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് ഇഗ്നായ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന 3-4-5 ഫാമിലീസുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടായ്മയിൽ ഒരു സൺഡേ സർവീസിന് ഞാൻ പോയി. ഉച്ചക്കത്തെ ലഞ്ചിന് എന്നെ അവരൊരു വീട്ടിൽ ക്ഷണിച്ച് ഞാൻ പോയി. അപ്പോൾ ആ വീട്ടിൽ അവരുടെ അമ്മയുണ്ട്. ആ പപ്പ മരിച്ചുപോയി. ഈ 3 ആൺമക്കളാണ്. അവർ 3 പേരും രക്ഷിക്കപ്പെട്ടു കുടുംബമായിട്ട് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുകയാണ്. അപ്പോൾ ലഞ്ചിനായിട്ട് ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്തായിരുന്നേ. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ചോദിച്ചു, അമ്മ, അമ്മയുടെ ഈ മക്കൾ പോകുന്ന പ്രാർത്ഥന സത്യമാണോ? എൻ്റെ മക്കൾ പോകുന്ന പ്രാർത്ഥന സത്യമാണ് അച്ഛാ. അപ്പോൾ അമ്മ എന്താ വരാത്തെ? അച്ഛാ, എൻ്റെ ഞാൻ കിടക്കണ സ്ഥലത്ത് എനിക്കും കിടക്കണം. എല്ലാം പുളി കിട്ടിയ എൻ്റെ ഇതിയാൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ഭർത്താവ്. ഇതിയാൻ അങ്ങ് കുടുംബ കല്ലറ കിടക്ക. അമ്മച്ചിക്ക് ഭർത്താവിൻ്റെ കൂടെ കല്ലറ കിടക്കണമെന്ന്. എൻ്റെ മക്കൾ പോണ പ്രാർത്ഥന സത്യമാണെന്ന് എനിക്കറിയാം അച്ഛാ. എൻ്റെ കുടുംബത്തിൽ വിശപ്പുണ്ടച്ഛാ. അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. അവരൊക്കെ എന്ത് വിചാരിക്കും? അതെ. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ, ഇവരാരും നിങ്ങൾക്ക് നിത്യജീവൻ വാങ്ങിച്ചു തരത്തില്ല. അതിനപ്പുറം ഈ പറയപ്പെട്ടവരെല്ലാം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ശവക്കല്ലറയുടെ അടുത്ത് വന്ന് ഇത്തിരി മണ്ണോ പൂവോ ഇട്ട് ടാറ്റ പറഞ്ഞു പോകും. എന്നാൽ ഈ രാത്രിയിൽ അതിനപ്പുറം കടക്കാൻ കഴിയുള്ളവനാണ് ഈ സത്യം വിളിച്ചു പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കണം. കല്ലറ കൊതിയും കൊണ്ട് കിടക്കരുത്. സ്തോത്രം. പിന്നീട് ഞാൻ കേട്ട ആ അമ്മച്ചി മക്കളുടെ കൂടെ ചർച്ചിൽ സ്നാനപ്പെട്ട് അവരുടെ കൂടെ ആരാധനയ്ക്ക് പോയി എന്നാണ്.